Hi everyone, once again welcome back to Mahi's World. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഗീ റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഈസി ആയിട്ടും ക്വിക്ക് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഗീ റൈസ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സിമ്പിൾ ആയിട്ടുള്ള ഗീ റൈസ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു ഹോട്ടായ പാനിൽ 2.5 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൽ 1-2 പച്ചമുളകും തിന്നായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻസും ചേർത്ത് കൊടുക്കാം. ഇതൊത്തിരി ബ്രൗൺ നിറമാവുന്നവരെ ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും റൈസിൻ്റെ കളർ എല്ലാം ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഒരു 2 to 3 മിനിറ്റ്സ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൻറ്റ് ലീഫ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മിൻറ്റ് ലീഫ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് റൈസിന് കിട്ടുന്നത്. ഇനി ഇതിൽ റൈസിന് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. സോ ഞാൻ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. സോ 2 കപ്പ് റൈസിന് ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഷുഗർ ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് കൊടുക്കുമ്പോൾ ഗീ റൈസിന് ഒരു പ്രത്യേക സ്വാദാണ്. ഇപ്പോൾ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ 20 to 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ലിഡ് മാറ്റുമ്പോൾ തന്നെ അടിപൊളി മണമാണ് വരുന്നത്. ഇതിലേക്ക് കുറച്ച് ഗീയിൽ കുറച്ച് ഒണിയൻസും കാഷ്യൂസും റേസൻസും എല്ലാം ഫ്രൈ ചെയ്തിടാം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും എല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയ റൈസിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ.
ഇതിൻ്റെ കൂടെ കാണുന്ന ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാനിവിടെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗീ റൈസും ഈ ചിക്കൻ കറിയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോ വീണ്ടും ഒരു ന്യൂ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ ഫ്രം മാഹിസ് വേൾഡ്.